നിങ്ങളൊരു ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആണെങ്കിൽ ജാവാസ്ക്രിപ്റ്റിൽ എന്തായാലും കൺസോൾ ഡോട്ട് ലോഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ടുണ്ടാവില്ലേ? ഈ മെത്തേഡിന്റെ പ്രത്യേകത എന്താ? ലോഗ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് എത്ര നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് വേണമെങ്കിലും നമുക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അത് കൺസോളിലേക്ക് റൈറ്റ് ആയിക്കോളും. ഇപ്പൊ ജാവാസ്ക്രിപ്റ്റ് എങ്ങനെയായിരിക്കും ഇതുപോലെ അൺനോൺ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്നത്? ജാവാസ്ക്രിപ്റ്റിലെ ഈ ടൈപ്പ് ഫംഗ്ഷനെ നമ്മൾ വേരിയാഡിക് ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. വേരിയാഡിക് ഫംഗ്ഷന്റെ പ്രത്യേകത വേരിയബിൾ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സിനെ ഇതിനെ അക്സെപ്റ്റ് ചെയ്ത് പ്രോസസ് ചെയ്യാൻ വേണ്ടി പറ്റും. രണ്ട് മെത്തേഡിൽ നമുക്ക് ജെഎസിലെ വേരിയാഡിക് ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ആർഗ്യുമെന്റ്സ് ഒബ്ജക്ട്സ് യൂസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ റെസ്റ്റ് പാരാമീറ്റർ സിന്റാക്സ് യൂസ് ചെയ്തിട്ട്. ഇതിൽ റെസ്റ്റ് പാരാമീറ്റർ സിന്റാക്സ് ആണ് ഇപ്പൊ പ്രിഫർ ചെയ്യുന്നത്. കാരണം ഇത് ഏറ്റവും മോഡേൺ വേവ് ആണ്. ഇതിന്റെ സിന്റാക്സ് സിമ്പിൾ ആണ്. മാത്രമല്ല ആരോ ഫംഗ്ഷൻസിൽ ഇതാണ് കമ്പാറ്റബിൾ. ഞാനിവിടെ ഒരു സം ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് റെസ്റ്റ് പാരാമീറ്റർ സിന്റാക്സിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി സം ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ് വേണമെങ്കിലും ഇതിൽ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഈ ഫംഗ്ഷനെ കോൾ ചെയ്യുന്ന സമയത്ത് ഈ അൺനോൺ നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സിനെ ഇതൊരു അരയായിട്ടായിരിക്കും ഗ്യാദർ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ റിക്വയർമെന്റിനനുസരിച്ചിട്ട് ഈ അരേനെ പ്രോസസ് ചെയ്യാം. ഇവിടെ നമ്മുടെ റിക്വയർമെന്റ് എന്താ? ഇവിടെ പാസ് ചെയ്ത് വരുന്ന നമ്പറിന്റെ സമ്മ് കണ്ടുപിടിക്കണം അല്ലെ? ഞാൻ ജെഎസിൽ റെഡ്യൂസ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് സമ്മ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഫംഗ്ഷനിൽ നിന്ന് റിട്ടേൺ ചെയ്യുന്നു. എന്നിട്ട് ഞാൻ ഈ ഫംഗ്ഷനെ ഒന്ന് കോൾ ചെയ്യുവാണ്. 3 പ്രാവശ്യം കോൾ ചെയ്യുന്നുണ്ട്. ആദ്യം 2 ആർഗ്യുമെന്റ്, പിന്നെ 3 ആർഗ്യുമെന്റ്, ലാസ്റ്റ് 5 ആർഗ്യുമെന്റ്സ് പാസ് ചെയ്തിട്ടാണ് ഫംഗ്ഷനെ കോൾ ചെയ്യുന്നത്. 3 ഫംഗ്ഷൻ കോളിലും അതിന്റെ എക്സാക്ട് റിസൾട്ട് നമുക്ക് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് ജാവാസ്ക്രിപ്റ്റിലെ വേരിയാഡിക് ഫംഗ്ഷൻ. ഫ്രീക്വന്റ് ആയിട്ട് ജാവാസ്ക്രിപ്റ്റിലെ ഇന്റർവ്യൂസിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി, നമുക്ക് നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്